ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിച്ചാടി ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഫെലിക്സേ. അവിടെ 100 കൂട്ടം പണി കിടക്കുക. ഏതാ റൂം നമ്പർ? റൂം നമ്പർ 11. ആ, അപ്പോൾ സ്ഥിരം റൂം തന്നെ. ഇതും ഇപ്പോൾ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ? അതെ. ആ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. അന്ന് പിന്നെ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞത് കാരണം 2-3 പേര് കൂടെ നിൽക്കേണ്ടി വന്നു അവനെ പിടിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഈ ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ. അതെങ്ങനെ? ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കണ്ടേ? ലീന, ഒന്ന് ഡോക്ടറെ കണ്ടേക്കും. ആ ശരി. വേണ്ട, ഡോക്ടറെ ഞാൻ കണ്ടിട്ട് വരാം. നിങ്ങൾ അവൻ്റെ കൂടെ റൂമിലിരിക്കും. ചെല്ലേ. വാ. മോനെ ഡോക്ടർ എന്താ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ഇപ്പം ചെറിയ മയക്കത്തില. അപ്പം ഇന്ന് എൻ്റെ ഡിസ്ചാർജ് ഉണ്ടാവോ? അത് ഡോക്ടർ പറയാന്നാ പറഞ്ഞ. നിങ്ങളെന്താ വല്ലാതെ ഇരിക്കുന്നേ? ഒന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇന്ന് ഡിസ്ചാർജ് ആവില്ലേ? ഇന്ന് ഡിസ്ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. അതെന്താ? കുറച്ച് ദിവസം കഴിയും. അത് ഈ ട്യൂബ് ലൈറ്റ് കൊണ്ടല്ലേ അവൻ്റെ ചെവിക്ക് 2 അടിയേറ്റത്. ആ, അപ്പോൾ അതിൻ്റെ ഈ ചില്ല് പൊട്ടിയിട്ട് അവൻ്റെ ചെവിയുടെ ഉള്ളിൽ ഇയർ ഡ്രമ്മിനെന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നോ ഇൻഫെക്ഷനായിട്ട് ഈ നെർവ്സ് എന്തോ കംപ്ലൈൻ്റ് ആയെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ ഈ റൈറ്റ് സൈഡിലെ ചെവിക്ക് കുറച്ച് കേൾവി കുറയും. 20% ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതൊന്നും സാരമില്ല മോളെ. അതൊക്കെ നമുക്ക് ഈ എന്തെങ്കിലും ഹിയറിംഗ് എഡ്സ് ഒക്കെ വെച്ച് അതൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡോ? ലെഫ്റ്റ് സൈഡ് അവനിനി കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോൻ അവന് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ നീ ഫോണിൽ എന്നോട് പറഞ്ഞത്? സാർ, അത് അല്ലെങ്കിൽ ഇതൊക്കെ എന്നോട് എങ്ങനെ പറയല്ലേ? സർ. ജോൺ, wake up John, you're all right now. കണ്ണൊന്ന് തുറന്നു നോക്കിയേ ജോൺ. ഹലോ ജോൺ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് ജോണിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട്. ഡോക്ടർ എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴോ? ഞാനിപ്പം പറയുന്നത് ജോണിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കേൾക്കാം. അതെ ജോൺ, ആ ട്യൂബ് ലൈറ്റ് കൊണ്ടുള്ള അടിക്ക് ശേഷമേ ജോണിൻ്റെ ഇടതേ ചെവിയുടെ നെർവിനൊരു ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ജോണിൻ്റെ ഇടതേ ചെവി ഇനി കേൾക്കില്ല. ഇടത്തെ സൈഡ് കേൾക്കില്ല ജോൺ. ജോണിന്റെ വലത്തെ സൈഡിലെ ചെവിക്ക് ഇപ്പോഴും ഒരു 20% കേൾവിയുണ്ട്. ഈ മുറിവൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് വെക്കാം. അങ്ങനെ ആവുമ്പോൾ ഇപ്പോൾ ഉള്ള കേൾവിയെക്കാട്ടിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. ഒരു 30-35% വരെയൊക്കെ ഇമ്പ്രൂവ് ആവും. ഹിയറിംഗ് എയ്ഡ് വെക്കാം. അതെ, ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ ഹിയറിംഗ് കൂടും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ടെൻഷൻ ഒന്നും വേണ്ട ജോൺ, നമുക്കെല്ലാം ശരിയാക്കാം. ഓക്കെ? ഡോക്ടർ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ.
ജോണിന് ഒരു കുഴപ്പമില്ല. യു ആർ ആബ്സല്യൂട്ട്ലി ഫൈൻ. അയ്യോ കേൾക്കാൻ പറ്റുന്നില്ല. ജോണിന് ഒരു കുഴപ്പമില്ല. യു ആർ ടോട്ടലി ഫൈൻ. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാമോ? ജോൺ, കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. യു ടേക്ക് കെയർ. ഓക്കെ? ആ, കണ്ടോളൂ കേട്ടോ. ശരി ഡോക്ടർ. സാർ പെട്ടെന്ന് ജോയിൻ ചെയ്യല്ലോ അല്ലേ? മോനു ആരുമില്ല ഇവിടെ? അമ്മയില്ലേ? ചേച്ചി ഇവിടെ ആരുമില്ലേ? എന്തേ? മലയാറ്റൂർ പള്ളിയിലേക്ക് പോകാനുള്ള നേർച്ച തരുമോ ചേച്ചി? നിക്കൂട്ടാ. ആ കുട്ടാ കളിച്ചോട്ടോ, നല്ല മിടുക്കനാണേ. ശരി ചേച്ചി. ആ നമുക്ക് അകത്ത് പോയിരുന്ന് കളിക്കാം. എന്താണ് സാർ? ഇടുക്കി ജില്ലയിൽ ഇതുവരെ 3 മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് പ്രകാശൻ എന്ന് പറയുന്നയാൾ, ഒന്ന് സുബിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി, മിനിഞ്ഞാന്ന് കാണാതായ ഗീത എന്ന വീട്ടമ്മ. ഇവർ 3 പേരും ഒരേ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് മിസ്സായേക്കുന്നത്. സ്റ്റേഷനിലെ CI ആണെങ്കിൽ ലീവിലും. ഇവിടെ എന്താണ് സാർ നടക്കുന്നത്? ആ സ്റ്റേഷനിലെ CI ജോൺ ഇതിനു മുമ്പുള്ളൊരു കേസ് അന്വേഷണത്തിനൊക്കെ ഇഞ്ചേർഡ് ആയിട്ട് 1 മാസത്തേക്ക് ലീവിലാണ്. ഇപ്പോൾ ഈ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത് അവിടുത്തെ തന്നെ SI ഫെലിക്സ് ആണ്. എന്താപ്പാ? ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? നമുക്കേ ഫോൺ അടിക്കുന്നു, എടുക്ക്. അത് സാറില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. നീ സംസാരിക്കേ. ഫെലിക്സ്. സാർ ഒരു മിസ്സിംഗ് കേസോട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ സാറിന് വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഫെലിക്സ്, ഞാൻ തിരിച്ചു വിളിക്കാം. സാർ ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ സാർ. പറഞ്ഞോപ്പാ. എന്തിനാ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? കുറച്ച് പതിയെ സംസാരിക്കേ. പതുക്കെ സംസാരിക്കാം. ആ, ഇങ്ങനെ സംസാരിച്ച അപ്പുറം കേൾക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ പതിയെ. ഇങ്ങനെ സംസാരിച്ച് കേൾക്കാമോ? മതി, ഇങ്ങനെ മതി. നമുക്കൊരു ഡ്രൈവ് പോവാം. ആ നമുക്കൊരു ഡ്രൈവ് പോവാം. ഇപ്പോഴോ? ആ പോ. എടാ മോനെ, ഞാൻ പറയുന്നത് എടാ, അമ്മ പറയുന്നതേ നീ ഈ ജോലി രാജിവെക്കാനാ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. അതാണ് അവൾക്ക് സന്തോഷം. അവൾക്ക് മാത്രമല്ല, എനിക്കും. നീ ഇവിടെ ഉള്ളപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനൊരു ധൈര്യം. പോയി കഴിഞ്ഞാൽ അല്ല, അമ്മയും കുറ്റം പറയാൻ പറ്റില്ല. നീ ഓരോ തവണയും ഇവിടുന്ന് പോകുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ആരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. രാത്രി നിൻ്റെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ തീയ. അതുകൊണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. നിനക്കിവിടെ നിന്നൂടെ? എന്താ നിൻ്റെ തീരുമാനം? അപ്പോൾ
എനിക്ക് എടാ ഇതൊക്കെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ഇനി നിന്റെ തീരുമാനം എന്തായാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ എനിക്ക് എൻ്റെ ആ പഴയ ജോണിനെ തിരിച്ചു വേണം. എടാ നിന്നോട് അടി കൂടാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലടാ. നീ പോയിട്ട് ധൈര്യമായിട്ട് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യും. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കേട്ടോ മോനെ? എന്താടാ പറ. അപ്പം കുറെ കൊല്ലത്തിന് ശേഷം മോനെ എന്ന് വിളിക്കണേ. വാ. ആർ യു ഓക്കെ ജോൺ? സാർ ഇന്ന് ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാണ്. എന്തിനാണ് ഇത്ര ധൃതി? സാർ ജോൺ, എന്തിനാണ് ഇത്ര ധൃതി? സാറിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എനിക്ക് അന്വേഷിക്കണം സാർ. ഒരുപക്ഷെ ഞാൻ അന്വേഷിക്കാൻ പോകുന്ന അവസാനത്തെ കേസായിരിക്കും അത്. അല്ല, ജോണിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാർ. പക്ഷേ അത് ഈ കേസിനെ ബാധിക്കില്ല. ബിലീവ് മീ. മീഡിയക്കാരുടെ വായടപ്പിക്കാനായിട്ട് ഞാൻ 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ നമുക്ക് ഈ കേസിന്റെ എന്തെങ്കിലും ഹിന്റ് കണ്ടുപിടിച്ചേ പറ്റൂ. ഗോ ഹെഡ്. താങ്ക് യു സാർ. സാർ എന്തൊക്കെ ചേട്ടാ? സാർ സുഖം തന്നെ. സാറിനിപ്പോൾ എങ്ങനെയുണ്ട് സാർ? സർ ഫെലിക്സ് ഇരിക്കും. ഫെലിക്സ്, 3ാമത്തെ മിസ്സിംഗ് കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. സർ മൂന്നാമത് മിസ്സായത് ഗീത. ആ 3ാമത് മിസ്സിംഗ് ആയത് ഗീത. 41 വയസ്സ്. ആ ആ സർ 3ാമത് മിസ്സായത് ഒരു ഗീതയാണ്. 41 വയസ്സ്. പള്ളിവാസലാണ് സ്ഥലം. പള്ളിവാസൽ. അതെ. ആ. ഈ ഗീത മിസ്സിംഗ് ആയവർ ഗീതയുടെ ഹസ്ബൻഡ് സുദീപാണ് പോലീസിനെ അറിയിക്കുന്നത്. സുദീപ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. ഇതുവരെ കുട്ടികളില്ല. അതുകൊണ്ട് ഇവർ മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച നടന്നുണ്ട്. 101 വീടുകൾ കയറി നേർച്ചയെടുക്കാമെന്ന്. മിനിഞ്ഞാന്ന് സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കോ അറിയില്ല. സർ ഫൈൻ. സുദീപ് എപ്പോഴാണ് ഗീത മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് തന്നത്? രാത്രി 10:30 സർ. ആ രാത്രി 10:30 സർ. ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. സർ FIR എഴുതിയിരിക്കുന്ന മനോജാണ്. അയാളോട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയും. ഓക്കെ സർ. ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് ഉടനെ റെഡിയാക്കണം. നാളത്തെ എല്ലാ പേപ്പേഴ്സിലും അത് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും, ലോക്കൽ ചാനൽ, ഒപ്പം നമ്മുടെ നമ്പർ. യെസ് സർ. നമുക്ക് സമയമില്ല ഫെലിക്സ്. ഗീതയെ പരിചയമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കോൾ നമുക്ക് നാളെ കിട്ടിയിരിക്കും. ഷുവർ സർ. ആഗസ്റ്റ് 20 മുതൽ കാണാനില്ല. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ദേവികുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. മിനിഞ്ഞാന്ന് സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കോ അറിയില്ല. സർ. എന്താ ഫെലിക്സ് കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സർ. എന്തായി ഫെലിക്സ് കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സർ. ഓ ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് എല്ലായിടത്തും എത്തിയിട്ടില്ലേ? ആ സാർ, എല്ലായിടത്തും എത്തിച്ചു. ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല. സംതിങ് ഡിഫറെൻറ്റ്. അതെന്താ സാർ അങ്ങനെ തോന്നാനുള്ള കാരണം? കാരണം അതെ. അത് നമ്മുടെ കേസ് അന്വേഷണത്തിൽ
മിസ്സിംഗ് ആയ 3 വിക്ടിംസ് തമ്മിലും യാതൊരു ബന്ധവുമില്ല. അതായത് ഏജ്, ജെൻഡർ, പ്രൊഫഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ. ആദ്യത്തെ മിസ്സിംഗ് കേസിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. വർഗീസിൻ്റെ മൊഴി അനുസരിച്ച് പ്രകാശൻ ആക്സിഡൻറ്റിന് ശേഷം റോഡിൽ തന്നെ കിടക്കുകയായിരുന്നു. വർഗീസ് പോയതിന് ശേഷമാണ് പ്രകാശൻ മിസ്സിംഗ് ആയത്. അതായത് ഇതിൻ്റെ പിന്നിലുള്ളവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രകാശനല്ല. പ്രകാശൻ അവരുടെ മുന്നിലേക്ക് ആക്സിഡൻ്റിൽ കയറി വന്നിട്ടുള്ള ഇര മാത്രമാണ്. ഒരുപക്ഷെ ഇവരുടെ രീതി ഇത് തന്നെയായിരിക്കാം. ഇരകളെ പിടിക്കുകയല്ല, ഇവരുടെ മുന്നിൽ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നവരെ ഇരകളാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റാൻഡം സെലക്ഷൻ. അങ്ങനെയാണെങ്കിൽ സാർ എന്തായിരിക്കും ഇതിൻ്റെ മോട്ടീവ്? നോ ഐഡിയ. എന്തായാലും ആദ്യത്തെ 2 മിസ്സിംഗ് കേസുകളും തമ്മിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. 2 ഇൻസിഡൻസും നടന്നത് ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ മിസ്സിംഗ് നടന്നിട്ടുണ്ടാവുക ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നായിരിക്കണം. സാർ എനിക്കൊരു സംശയം. ചേട്ടാ കുറച്ച് ശബ്ദത്തിൽ പറയോ. സാർ എനിക്കൊരു സംശയം. ഈ ഗീത ഒരു നേർച്ചയ്ക്ക് വേണ്ടിയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട്? അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവോ? കുറച്ച് അധികം വീടുള്ള ഒരു സ്ഥലത്തേക്കല്ലേ പോവാൻ സാധ്യത കൂടുതൽ? ഞാൻ പറഞ്ഞല്ലോ ഒരായിട്ടാ, ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. എന്തായാലും ഗീത പള്ളിവാസിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗീത മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: ചിത്തരപുരം, പോത്തമേട്, ഓൾഡ് മൂന്നാർ, ആറ്റുകാട്. ഇതിൽ ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹലോ, അതെ, നിങ്ങളുടെ പേരെന്താ? സ്ഥലം? ഈ ഗീത എത്ര മണിക്കാണ് അവിടെ വന്നത്? ഓക്കെ സർ, സ്ഥലം ആറ്റുകാട്. ചേട്ടാ വണ്ടി എടുത്തു. സാർ ആ ജംഗ്ഷൻ കഴിഞ്ഞ് ഈ പിക്കപ്പ് സ്റ്റാൻഡല്ലേ ഉള്ളൂ? അതെ സാറേ. താനേ ഈ വണ്ടി കണ്ടു പരിചയമുണ്ടോ നോക്കി? ഇല്ല സാർ. ഈ വണ്ടി തന്നെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സാർ ഒരു രക്ഷയില്ലല്ലോ, നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഇല്ല. അഞ്ചല്. ശരി സാർ. ബ്രാവോ കോളിംഗ്. പ്രകാശൻ എന്ന് പറയുന്ന ഒരാളുടെ മിസ്സിംഗ് കേസുമായിട്ട് ഒരു വണ്ടി നമ്മൾ സംശയിക്കുന്നുണ്ട്. ഒരു മഹീന്ദ്രയുടെ പിക്കപ്പ്. സൈഡിൽ നമ്പറില്ല. അങ്ങനെ ഒരു വണ്ടി ശ്രദ്ധപ്പെട്ട ഇൻഫോം ചെയ്യാം. മെസ്സേജ് ക്ലിയർ ആണല്ലോ? ഓവർ. ലിഫ്റ്റ് തരോ? സുബിൻ്റെ വീട്ടുകാരെന്ന പരാതിയിൽ അവനൊന്ന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലെത്താത്തതുകൊണ്ടാണ് അവർ സ്കൂളിൽ അന്വേഷിച്ചത്. അപ്പോൾ അവൻ സ്കൂളിലും ചെന്നിട്ടില്ല. അതിനുശേഷമാണ് അവർ സ്റ്റേഷനിൽ വന്നത്. ഈ പയ്യൻ സ്കൂൾ ബസ്സിലല്ലേ പോണേ? സ്കൂൾ ബസ് എന്തോ 2 ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അല്ലാത്തപ്പോൾ അവനോട് ബസ് കയറാറ്.
ഈ പയ്യനെ ഇവിടെ പഠിക്കണേ? ഡീപ്പോൾ സ്കൂളിൽ. ഏതില്? 7ാം ക്ലാസ്സിൽ. ഈ സുബിൻ്റെ വീട് എവിടെ? ഇവിടെ അടുത്താണ് സാർ. നിങ്ങൾ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിപ്പോയി. എൻ്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സാറേ? നിങ്ങൾ ടെൻഷനാവണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സുബിനെ കാണാതായതിനു ശേഷം എന്തെങ്കിലും സംശയം തോന്നുന്ന കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു? ഇല്ല സാറേ, അങ്ങനെയൊന്നും വന്നിട്ടില്ല. മോൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാറേ, അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല സാർ. ഒരു കുഴപ്പമില്ല. എനിക്ക് സുബിൻ്റെ മുറി ഒന്ന് കാണണം. അവനങ്ങനെ പ്രത്യേകം മുറിയൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടന്നിരുന്നത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല സാറേ. ഞാനും അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കാം സാർ. പക്ഷേ ഇവളിവിടെ ഒറ്റയ്ക്കായി പോകും. എനിക്ക് എൻ്റെ കുടുംബമെല്ലാം പുറത്താണ് സാർ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ. നിങ്ങൾ ടെൻഷനാവണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. സുബിൻ്റെ ഫുഡ് സൈസ് 6 അല്ലേ? അതെ. എന്താ സാർ? ഇല്ല, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ. ഫെലിക്സാ, സുബിൻ്റെ ഫോട്ടോ കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. 9 മണിക്കും 10 മണിക്കും ഈ റൂട്ടിൽ ഓടിയിട്ടുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. അവർക്ക് ഈ സുബിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവരാരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, ചുരുറങ്ങി പോകുന്ന വണ്ടികൾ, ഇതെല്ലാം സെർച്ച് ചെയ്യണം. ഇനി ഇവിടെ നിന്നൊന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീപ്പോൾ എന്നല്ലേ പറഞ്ഞ അവൻ പഠിക്കുന്ന സ്കൂൾ, അവിടെ ചെന്നിട്ട് പ്രകാശൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം. അവർക്ക് അറിയുമെന്ന് ചോദിക്കണം. സാറ് പറയുന്ന ഈ സുബിൻ്റെ മിസ്സിങ്ങും പ്രകാശിൻ്റെ മിസ്സിങ്ങും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ? ബന്ധമുണ്ടെന്നല്ല, ചിലപ്പോൾ ബന്ധം ഉണ്ടാവാം. കാരണം ആദ്യം മിസ്സിങ് ആയത് ഒരു അധ്യാപകൻ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്. നോക്കാം. അതെ ഫെലിക്സ്, ഇന്ന് അതുവഴി പോയ ബസ്സിൽ ആ പയ്യൻ കയറിയിട്ടില്ല സാർ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ടീച്ചേഴ്സ് മീറ്റിങ്ങിനോ വല്ല യുവജനോത്സവത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട്? ഇല്ല സാർ. പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ് വരെ പഠിച്ച് ദൈവത്തിൻ്റെ വചനം വീട്ടിൽ സ്വന്തമായിട്ട് ബൈബിളില്ലാതെ സെമിനാരിൽ ചേർന്ന ഏക വ്യക്തി ഞാനാണ്. ഒരു വചനം പോലും അറിയില്ല, വീട്ടിലൊരു ബൈബിളുമില്ല. ആരേട്ടാ? സാർ, ഈ ലിജോന്റെ ആന്റി ഈ നെടുങ്കണ്ടത്തോട്ട് പോകുന്ന വഴിയിലുള്ള സെന്റ് പീറ്റേഴ്സ് ചർച്ച് പാരിഷ് ഹാളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 10 ദിവസത്തെ ധ്യാനമുണ്ട്. അപ്പോൾ ധ്യാനം തുടങ്ങിയിട്ട് 4 ദിവസമായി. ഇവരിപ്പോഴാണ് വന്നത്. എനിക്കെന്തോ ഡൗട്ട് ഉണ്ട് സാർ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. അച്ഛൻ, ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ടുള്ളവരിൽ മനു, ലിജു അങ്ങനെ 2 പേരുണ്ടോ? മനു, ലിജോ അങ്ങനെ പേരുള്ള ആരും ഇവിടെ ഇല്ല. ഫെലിക്സ്, ഫോട്ടോസ് ഒന്ന് കാണിക്കും. സാർ, ഇവർ 2 പേരോട് ഉണ്ട്, പക്ഷേ പേര് ഇതല്ല.
ഈ ബൈക്കിനടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി താഴെയുള്ള ബസ്സിനെ പാസ് ചെയ്തിട്ട് വേണ്ടേ പോവാൻ? അതെ സർ. എന്തായാലും ഫെലിക്സ് കണ്ടക്ടർ ഒന്ന് വിളിക്കേ, എന്നിട്ട് പാസഞ്ചേഴ്സിൻ്റെ നമ്പർ ഒന്ന് കളക്ട് ചെയ്യും. ഓക്കെ. എന്നിട്ട് പാസഞ്ചേഴ്സ് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് എടുത്തുള്ള വീഡിയോസും ഫോട്ടോസും ഒന്ന് അയച്ചു തരാൻ പറയും. ഓക്കെ സർ. സാർ ഇതിലൊന്നും ക്ലിയർ അല്ലല്ലോ. ATM CCTV ഫുട്ടേജ് ഏത് ഫോൾഡറിലാണ്? സെയിം ഫോൾഡറാണ് സാർ. ഒന്ന് ഓപ്പൺ ചെയ്യും. ഈ വണ്ടിയുടെ RC ഡീറ്റെയിൽസ് നടക്കാം. ഓക്കെ. എടാ വർഗീസ് ചേട്ടൻ്റെ മോളെ കെട്ടിച്ച് വിട്ടാടാ ആലപ്പുഴ. ആ മോൻ ചെറുക്കൻ മരിച്ചു പോകുന്നു അല്ലേ? വെള്ളത്തിൽ പോയി. ഓട്ടോമല്ലോട്ട് വിളിക്കണം കേട്ടോ. ചാച്ചനെ തിരക്കെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. ആര്? അല്ല, ഞാൻ വർഗീസേട്ടനെ അന്വേഷിച്ചു വന്നു. എന്നെയോ? എന്നായിരുന്നു? അല്ല, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ? മൂന്നാർക്ക്. മൂന്നാർ. എന്നാ കൊണ്ടുപോകാൻ? അലമാര. അതൊക്കെ സിമ്പിൾ കേട്ടില്ല, നമുക്ക് കൊണ്ടുവന്നേ. അതെ, ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ വീട്ടിൽ പോയിരുന്നു, വൈഫ് പറഞ്ഞു. അല്ല, ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ. ഞാനേ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ ഉള്ള ആളല്ലേ? മൂന്നാർ അത് പറ. ഇവിടെ ഉള്ളവരൊക്കെ ഏകദേശം എനിക്ക് അറിയാൻ പറ്റും, ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട്. എനിക്കറിയാം. വർഗീസേട്ടൻ ഒരു മിനിഞ്ഞാന്ന് മൂന്നാർ വന്നിരുന്നല്ലേ വണ്ടി? മിനിഞ്ഞാന്നോ? ഇല്ല, മിനിഞ്ഞാന്ന് ഓട്ടോ ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മഴയൊക്കെ അല്ല. വർഗീസേട്ടനെ ആരോ കണ്ടു എന്ന് പറഞ്ഞു വളവിൽ വെച്ച്. എന്നെ അങ്ങനെ ആരോ പറഞ്ഞു എൻ്റെ അടുത്ത്. വന്നില്ലായിരുന്നു? ഇല്ലെന്നേ, ഞാനങ്ങ് ഓട്ടോ പോയല്ലോ. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി. വർഗീസേട്ടൻ്റെ വണ്ടി ഒന്നിടിച്ചു. വർഗീസേട്ടൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടി. പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റിയതല്ലേ നന്നായി, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോകുമ്പോൾ എനിക്ക് പണിയായ. നിങ്ങൾക്ക് ആള് മാറിയായിരുന്നേ. ഞാനല്ല സാർ, നമുക്ക് അങ്ങനെ വരാൻ വഴിയില്ല. വർഗീസിൻ്റെ വണ്ടി ഇടിച്ചിട്ട് ഒരാൾ മരിച്ചു. റജി എന്നാണ് പേര്. വേറെ ആളും കൂടി ഉണ്ടായിരുന്നു, പ്രകാശൻ. അയാളിപ്പോൾ കാണാനില്ല. അയാൾ എവിടെ? അയാളെ കൊന്നോ അതോ ജീവനോടെ ഉണ്ട്? പോക്കർ തരം പറയല്ലേ കേട്ടോ. കൊന്നോന്നോ? ഇയാൾ പോയാൽ എനിക്ക് വേറെ പണിയുണ്ട്. എനിക്കും വേറെ പണിയുണ്ട്. വിട്ടേപ്പാ, എനിക്ക് പോണോന്ന്. പോവും, പക്ഷെ നിന്നെ കൊണ്ടേ പോവും. ഫെലിക്സേ, വർഗീസേട്ടനെ പിടിച്ച് വണ്ടി കയറ്റി. സാറേ ഞാൻ അല്ല സാറേ, ഞാനല്ലെന്ന് സാറേ, ഒന്നും ചെയ്യല്ലേ സാർ. ഫെലിക്സേ, വണ്ടി എടുത്തു. വർഗീസേ, ഇനി പറ വർഗീസേ, അന്നെന്താ സംഭവിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. വർഗീസിന് ഈ ഒരു വണ്ടിയല്ലേ ഉള്ളൂ? അതെ സാർ. വർഗീസ് എന്നോട് പറഞ്ഞത് വർഗീസ് അന്ന് ഓട്ടം പോയിട്ടില്ല എന്ന് അല്ലേ? ഇത് പിന്നെ ആരുടെ വണ്ടിയാ? ഇത് ഇടിച്ചതിന് ശേഷമുള്ള ഫോട്ടോ. ഇത് വർഗീസിൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാറിയതിൻ്റെയും
പെയിൻ്റ് അടിച്ചതിൻ്റെയും വർക്ക്ഷോപ്പിലെ ബില്ല്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം സാറേ, സത്യം പറയാം. പറയ്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് 3-6 പച്ചക്കറി ഇറക്കാൻ വന്ന സാറേ. ഇറക്കി കഴിച്ചപ്പോൾ ഒരുപാട് സമയം പോയി. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര മഴയാണ് സാറേ. സത്യത്തിൽ ഇതാ സാർ സംഭവിച്ചത്. മനപ്പൂർവ്വം ഇടിപ്പിച്ചല്ല സാറേ, പേടിച്ചിട്ടാ സാറേ ഞാൻ ആരോടൊന്നും പറയാഞ്ഞത്. സത്യമാണ് സാറേ. വർഗീസേ, വെറുതെ ഇട്ടി വാങ്ങിക്കണ്ട. പറ, നീ പ്രകാശൻ എന്താ ചെയ്ത്? നിങ്ങൾ ഈ പറയുന്ന പ്രകാശൻ ആരാന്ന് പോലും എനിക്കറിയില്ല സാറേ. പിന്നെ പ്രകാശൻ അവിടെ പോടാ ആവേ പോയാ? ഒരു മിനിറ്റ് ഒന്ന്. നീ പ്രകാശൻ എന്താ ചെയ്ത്? സാർ, ഞാൻ ഈ വർഗീസിനെ പറ്റി അന്വേഷിച്ചു. അതൊരു സാധാരണ കുടുംബമാണ്, അടിമാലിലെ താമസം. ഈ അടുത്ത് അയാളൊരു കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് പറ്റി ഒരെണ്ണം റിമൂവ് ചെയ്തു. അയാളെ കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒരെണ്ണം റിമൂവ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ നാട്ടുകാരും ഭക്തസംഘടനയും കൂടി ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ടാണ് കുടുംബം വളർത്തുന്നത്. പിന്നെ അയാളെപ്പറ്റി അന്വേഷിച്ചാൽ അയാൾ അത്ര പ്രശ്നക്കാരൊന്നുമല്ല സാർ. അയാളെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ സാറിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. സാർ അണർന്നു കൊടുത്ത് അവൻ പറയും സാർ. ഇയാൾക്ക് പ്രകാശിൻ്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധമൊന്നും തോന്നില്ല. അപ്പം പ്രകാശൻ എവിടെ പോയി സാർ? പേടിക്കല്ല സാറേ. വർഗീസ, ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ വർഗീസിൻ്റെ വണ്ടിയുടെ തൊട്ടുപുറകെ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരുന്നു? ഇല്ല സാർ, ഇല്ല. ഉറപ്പാണ്? ഉറപ്പാ സാറേ.